ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് റമദാനിലെ 7ാമത്തെ നോമ്പാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ റമദാൻ ഡേ 1 മുതൽ ഇങ്ങനെ ലോങ് വീഡിയോ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷേ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും വീഡിയോ അവിടെ ഇട്ട് സ്റ്റോപ്പാവും. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു മൂഡ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നെന്തായാലും ഫുള്ള് വീഡിയോ അയച്ചാൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാ പൊലിച്ചക്ക് 4 മണിയൊക്കെ ആയപ്പോൾ നോമ്പ് നോക്കാൻ വേണ്ടി എണീച്ചതാണ്. അപ്പോൾ ഇതവിടെ പൊലിച്ചാകുമ്പോൾ സാധാ ചോറും എന്തെങ്കിലും ഒരു കറി, പേരി, പിന്നെ മീനോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലും ആണ് കേട്ടോ ഉണ്ടാവൽ. അപ്പോൾ ഇതാ ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻസും കാര്യമൊക്കെ ചെയ്ത് ഞാൻ ഫുള്ള് മേശപ്പിൽ ഇങ്ങനെ എടുത്ത് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇതാ കാക്കുവിനെ വിളിക്കാൻ പോകാൻ കേട്ടോ. അപ്പം അത്രയും നേരം ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇതാ കുടുപ്പിൽ ഇതാ കട്ടൻ ചായയും കൂടെ കാച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ചോറൊക്കെ വിളമ്പി വെച്ച് പിന്നെ ഞാൻ വിളിക്കാനായിട്ട് പോവാണേ. അപ്പോൾ ഇതാ അത്താഴമൊക്കെ കഴിഞ്ഞ് ബാങ്കോ കൊടുത്തതിന് ശേഷം പിന്നെ നിസ്കരിച്ച് അപ്പം ഞാനിനി കുറച്ച് ടൈം ഓതാട്ടോ ചെയ്യുന്നത്. അങ്ങനെ എപ്പോഴാണോ ഉറക്കം വരുന്നത് ആ ഒരു സമയം വരെ ഓതാ ചെയ്യുക. പകലങ്ങനെ ഓതാനുള്ള സമയം കിട്ടലില്ല. ഈ ഒരു സമയത്താകുമ്പോൾ മക്കളൊക്കെ ഉറങ്ങുന്നതും കൊണ്ട് സമാധാനമായിട്ടിരുന്ന് ഓതും. പിന്നെ ഓത്തൊക്കെ കഴിഞ്ഞ് ഉറങ്ങാൻ ടൈം ഉണ്ടെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ പണികളൊക്കെ വേഗം തീർക്കാനായിട്ട് നോക്കും കേട്ടോ. പിന്നെ എന്തായാലും രാവിലെ ഒരു 7 മണി വരെയൊക്കെ ഓതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നേരം പോയി കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു കടുത്ത രാവിലെ എണീച്ചപ്പോൾ 10 മണി 10:30 ഒക്കെ ആയി. അപ്പോൾ എൻ്റെ കൂടെ മക്കളും എണീച്ചിരിക്കുന്നത്. അപ്പോൾ ഓല വേഗം പല്ലൊക്കെ തേച്ചെങ്ങാനും ഇന്നലെ തലേന്നത്തെക്കുറിച്ച് പത്തിരി ബാക്കിയുള്ളത് ചൂടാക്കി എങ്ങാനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒന്ന് തലേന്ന് എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അന്ന് അപ്പം രാവിലെ എന്തെത്താണോ തോന്നുന്നത് അത് ആക്കി കൊടുക്കാട്ടോ ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്ന് പത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കി എങ്ങാനും കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ ഇതാ മക്കൾക്ക് രണ്ടാക്കും വേഗം ചായ ഒക്കെ കൊടുത്തെങ്ങാനും നമ്മൾ നേരെ ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുകയാണ് കേട്ടോ. നമുക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അത് അതിനായിട്ട് ഞാൻ വേഗം മക്കളൊക്കെ ഒന്ന് ഒരുക്കുകയാണ്. അപ്പോൾ അതിനിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ചെറിയൊരു ജലദോഷം ചുമയൊക്കെ ഉണ്ട്. എസ്ദാനാണെങ്കിൽ പല്ലുവേദന, എനിക്ക് കണ്ണുവേദന, അങ്ങനെ പറഞ്ഞ എല്ലാവർക്കും ചെറുതായിട്ട് ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിക്കാനായിട്ട് ഇതാ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 12 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ എല്ലാവരെയും കാണിച്ച് തീരുമ്പോൾ തന്നെ 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വീട്ടിലെത്താൻ നേരത്ത്. അപ്പോൾ ഇത് എസ്ദാനെ കാണിക്കാൻ വേണ്ടി പല ഡോക്ടറെ അടുത്തേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ മുന്നിലെ പല്ലിന് 2 നല്ല പഴുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോളങ്ങനെ വീങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ചപ്പോൾ പല്ല് പറിക്കണം കേട്ടോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതാ കാണിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയതാ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ നോക്കുകയാണേ. വീട്ടിലെത്തിയപ്പോൾ 3:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീട്ടിലെത്തി വേഗം മക്കൾക്ക് ചോറൊക്കെ ആക്കി കൊടുത്ത് പിന്നെ നിസ്കരിച്ച് അടുക്കള കയറാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒരു മുട്ട പൊരിച്ച് വേഗം മക്കൾക്ക് ചോറ് കൊടുക്കാൻ നോക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ മക്കൾക്ക് ചോറൊക്കെ കൊടുത്ത് വരുമ്പോഴത്തേനും ഇതാ കാക്കു ഇവിടെ അടുക്കളയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നോമ്പ് ഇന്നലെ വരെ പത്തിരിയും കറിയാട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചിക്കൻ ബിരിയാണി കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ഷെഫ് ഇതാ ഇദ്ദേഹമാണ്. അപ്പം എനിക്കിന്ന് ചെറുതായിട്ടൊരു റെസ്റ്റാണ്. സാധാരണ ഞാനൊരു 3 മണിയൊക്കെ ആകുമ്പോൾ അടുക്കളയിൽ കയറുന്നതാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയതുകൊണ്ട് എല്ലാം ഒരാൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഇന്ന് ബിരിയാണി വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നേരം വൈകി. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയതുകൊണ്ട് തന്നെ കുറേ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ തന്നെ 3:30 ആയി. പിന്നെ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ കയറുമ്പോൾ 4 മണി 4:30 ഒക്കെ ആയി. പക്ഷേ ബിരിയാണി ആയതുകൊണ്ട് സംഭവം വേഗം കഴിയും, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ സഹായിക്കാൻ ഒരാളും കൂടെ ഉണ്ടായതുകൊണ്ട് വേഗം പരിപാടി കഴിയുകയും ചെയ്യും. അപ്പോൾ ഇന്ന് വൈകുന്നേരം ആയപ്പാട്ടോ ഉമ്മ വിളിച്ച് പറഞ്ഞത് ഞാനങ്ങോട്ട് വരുന്നുണ്ടെന്ന്. അപ്പോൾ പ്രതീക്ഷിക്കാണ്ടൊരു ഗസ്റ്റും ഉണ്ട് കേട്ടോ അന്ന് നോമ്പ് തുറക്കാനായിട്ട്.
കൊച്ചുകാണെങ്കിലും നോമ്പ് തുറക്കാനുള്ള ഫുഡ് ഉണ്ടാക്കാനൊന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. ഒന്നെങ്കിൽ നോമ്പ് തുറക്കാൻ നേരത്ത് വരും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ വരല്. അപ്പോൾ അധികവും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്യുന്നത്. ബിരിയാണിക്കുള്ള ചമ്മന്തി ഉണ്ടാക്കാനുള്ള തേങ്ങ എടുക്കും. ഞാനിങ്ങനെ തേങ്ങ ഇങ്ങനെ വേവിച്ചപ്പോൾ മിക്സഡ് ആക്കും. മതി കൊന്നെയൊക്കെയൊന്നും ഒക്കെയൊന്നും വേണ്ട. അത് ഓഫാക്കിയാളേ ഇനി അതിനി ഓഫാക്കിയാളിയേ. അപ്പോൾ ഇതാ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടോ. കൊച്ചുകാക്ക് ഇതാ ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ചമ്മന്തി, പിന്നെ തൈര്, ജ്യൂസ്, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഒരു 6 മണി ആയപ്പോൾ തന്നെ ഫുഡൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ദമ്മിടുന്ന പരിപാടിയിലാണ്. അപ്പോൾ നമ്മളിവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അധികവും ബീഫ് അല്ലെങ്കിൽ ഫിഷ് ഒക്കെയാണ് ബിരിയാണി വെക്കുന്നത്. അപ്പോൾ എന്തായാലും ചിക്കൻ ബിരിയാണി ഇത് ഫസ്റ്റ് ടൈമായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതായാലും കിച്ചണിലെ പരിപാടിയൊക്കെ കഴിഞ്ഞതാ പപ്പയും മക്കളും പള്ളിക്ക് പോവാണേ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതാ ഇസ്താനെയും ആദുനെയൊക്കെ ഒരുക്കി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. പള്ളിയിൽ പോയാലിതാ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് തിരിച്ചിതാ വീട്ടിലെത്തിക്കുന്നുണ്ടോ. അപ്പം ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണേ. ഓല് വരുന്ന ടൈം ആയപ്പോഴേക്കും ഞാനും ഉമ്മയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കുകയാണേ. സംഭവം രസമുണ്ടല്ലേ? നമ്മുടെ ഫസ്റ്റ് ഫ്രൈ ആണ്. ചിക്കൻ ബിരിയാണി അല്ലേ? ചിക്കൻ സാറിന് മീനല്ലോ ഒക്കെ ബീഫ്
അപ്പോൾ അൽഹംദുലില്ലാ നോമ്പ് നല്ല റാഹത്തായിട്ട് നോമ്പൊക്കെ തുറന്നിട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.